കളമശ്ശേരി ചിറ്റേങ്ങര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചുള്ള മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ഈ മാസം 19-ന് വ്യാഴാഴ്ച വരെയാണ് യജ്ഞം നടക്കുക. മിഥുനപ്പിള്ളി വാസുദേവൻ നമ്പൂതിരി തൃശൂരാണ് യജ്ഞാചാര്യൻ. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത യജ്ഞം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലയിൽ നല്ല രീതിയിൽ എല്ലാ വർഷവും സപ്താഹം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ചിറ്റേങ്കര ക്ഷേത്രം. ശ്രീകൃഷ്ണമൂർത്തിയും വാമനമൂർത്തിയും നരസിംഹമൂർത്തിയും 3 പേരും കൊള്ളുന്ന ഒരു അപൂർവ ക്ഷേത്രമാണ് ചിറ്റേങ്കര ക്ഷേത്രം. ഞാനും ഇടയ്ക്ക് വന്ന് ദർശനം നടത്തി പോകുന്ന ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. പിന്നെ ഒരു പ്രത്യേകത, മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് സപ്താഹത്തിന് അത്യാവശ്യം ആളുകൾ, ഭക്തന്മാർ വന്നു ചേരുന്ന ഒരു ക്ഷേത്രമാണ് ചിറ്റേങ്കര ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്നതിനും ഈ നാട്ടിലെ ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതിനും ഈ സപ്താഹം കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 7 ദിവസം കൊണ്ട് ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്ത് തീർക്കുന്ന ഒരു ഹൈന്ദവ ആചാരമാണ് ഭാഗവത സപ്താഹം. ശ്രീകൃഷ്ണന്റെ ലീലകളാണ് ഈ സപ്താഹത്തിൽ പ്രധാനമായിട്ടും പറയുന്നത്. യജ്ഞാചാര്യൻ മിഥുനപ്പിള്ളി വാസുദേവൻ നമ്പൂതിരി, ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ യു അനിൽകുമാർ, കാരപ്പുറ തപ്പുമേനോൻ, പരമേശ്വരൻ, നാരായണസ്വാമി, ഗോപിനാഥൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഈ മാസം 20 വെള്ളിയാഴ്ചയാണ് പ്രതിഷ്ഠാ ദിനം ആഘോഷിക്കുന്നത്. രാവിലെ ശ്രീകൃഷ്ണൻ, നരസിംഹം, വാമനൻ എന്നീ ദേവന്മാർക്ക് നവകം, പഞ്ചഗവ്യം, പാൽപായസം, നിവേദ്യം എന്നിവ സമർപ്പിക്കും.